Let's go. സൂപ്പർ സെയിം. എന്നെ അടിച്ചൊതുക്കി രക്ഷപ്പെടുമ്പോ ഞാൻ ഇതുപോലെ വീണ്ടും നിന്റെ മുന്നിൽ വന്ന് നിൽക്കുമെന്ന് നീ പ്രതീക്ഷിച്ചില്ല അല്ലേ സെയിം? ഇല്ല സെയിം, നിനക്കതിന് കഴിയില്ല. എന്നെ നിനക്കറിയില്ല സെയിം. എന്റെ ശക്തി എന്താണെന്നും നിനക്കറിയില്ല. സർ, ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? എന്ത് സഹായമാണ് വേണ്ടത്? വെറും പീക്കിരികളായ നിങ്ങളുടെ സഹായം ഈ ഹെൽത്തിന് വേണമെന്നോ? പൊടിച്ചു കളയും ഞാൻ. ഒന്ന് സോപ്പിടാൻ നോക്കിയതാ, അബദ്ധമായി. ഇയാൾ നമ്മളെ പൊടിച്ചു കളയുമെന്ന് പറയുന്നു. അതെങ്ങനെയായിരിക്കും ബ്രോ? അറിയില്ല ബ്രോ, ചിലപ്പോ വല്ല ഫ്ലോർ മില്ലിലും കൊണ്ടുപോകുകയായിരിക്കും. അയ്യോ, പൊടിയായ നമ്മളെ കാണാൻ എങ്ങനെ ഇരിക്കും ബ്രോ? പൊടി പോലെ തന്നെ ഇരിക്കും ബ്രോ. എവിടെ നിങ്ങളുടെ ബോസ്? ഇതാ നിൽക്കുന്നു ഞങ്ങളുടെ ബോസ്. അല്ല, ഇവനല്ല. ശരിയാ, ഇവനല്ല. അപ്പൊ നമ്മുടെ ബോസ് എവിടെ? ഞാനിവിടെ ഉണ്ട് ഹെൽഡൻ. സബാഷ് ഹെൽഡൻ. ഒന്ന് വിളിച്ചു പറഞ്ഞപ്പോഴേക്കും പറഞ്ഞിങ്ങ് വന്നല്ലോ. എനിക്ക് സന്തോഷമായി. ഇനി ഇവന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം. താങ്ക്സ് ഹെൽഡൻ. താങ്ക് യു സോ മച്ച്. ഷട്ട് അപ്പ്. ഹെൽഡൻ, യു ബ്രോ. നമ്മുടെ നാട്ടിലൊക്കെ താങ്ക്സ് പറഞ്ഞ വെൽക്കം എന്നല്ലേ പറയാ? ഇയാളുടെ നാട്ടിൽ ഷട്ട് അപ്പ് എന്നായിരിക്കും പറയുക. ഓരോരോ ആചാരങ്ങൾ. എടോ ബോസേ, താനെന്താ കരുതിയത്? താൻ വിളിച്ച ഉടനെ ഞാൻ തന്നെ സഹായിക്കാൻ വന്നതാണോ? നോ, ഞാൻ വന്നത് തനിക്ക് വേണ്ടിയല്ല, എനിക്ക് വേണ്ടിയാണ്. അല്ല, അതിപ്പോ ഓക്കെ എങ്കിൽ ഈ പയ്യനെ ഹെൽഡൻ കൊണ്ടുപോയിക്കോളൂ. ഞങ്ങൾക്ക് ഇവൻ ആവശ്യമില്ല. നോ. ഇയാൾക്ക് പിന്നെ എന്താ വേണ്ടത്? മിടുക്കന്മാരായ നമ്മളെ രണ്ടുപേരെ കൂടി വിട്ടുകിട്ടണമെന്നായിരിക്കോ? എനിക്ക് അവനെ മാത്രം പോരാ. നീ എന്താ പിറുപിറുക്കുന്നത്? പറയാനുള്ളത് ഉറക്കെ പറയൂ സെയിം. എന്നെ ദേഷ്യം പിടിപ്പിക്കുന്നത് നല്ലതിനാവില്ല. റേഡിയോ എടാ പണി പാടി. റേഡിയോ എടുത്ത് ഓടിക്കോ. എന്താണിത്? ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? മാജിക് റേഡിയോ? എങ്കിൽ അതെനിക്ക് വേണം, എനിക്ക് വേണം, എനിക്ക് വേണം. ഒന്ന് വേഗം. ആ ഹെൽഡൻ നമ്മളെ കണ്ടെത്തിയ ആരും ജീവനോടെ ബാക്കിയുണ്ടാവില്ല. അവനെത്തി. ബോസ്, നമുക്ക് ഈ കളി മതിയാക്കാം. ഇത് തീക്കളിയാണ്. നോ, അവസാനം വരെ പോരാടണം. നമ്മുടെ അവസാനം ഇങ്ങ് എത്തി ബോസ്. പിന്നെ ഇനി എന്തോന്ന് പോരാട്ടം? ഈ ഹെൽഡനെ പറ്റിച്ച് കടന്നു കളയാമെന്ന് കരുതിയോ മരമണ്ടന്മാരെ? ദൈവമേ, ഈ നിന്ന നിൽപ്പിൽ ഞാനും ഇല്ലാതായിരുന്നെങ്കിൽ എത്ര നന്നായാലും. ഭൂമി പിളർന്ന് താഴോട്ട് പോയാലും മതിയായിരുന്നു. പേടിത്തൊണ്ടന്മാരെ, പേടിക്കാതെ നിൽക്ക്. ഇനി ധൈര്യത്തോടെ നെഞ്ചും പിരിച്ച് നിന്ന് കൊടുത്തേച്ചാ മതി. അതിന്റെ ഒരു കുറവും കൂടിയേ ഉള്ളൂ. മിണ്ടാതെ നിൽക്കണം. ഞങ്ങളല്ലല്ലോ ബോസേ, ബോസ് അല്ലേ ഇപ്പൊ മിണ്ടിയത്? അതെ, ബോസാ മിണ്ടിയത്. നിങ്ങളല്ലേ മിണ്ടിക്കൊണ്ടിരിക്കുന്നത്? ബോസ് പിന്നെ മിണ്ടുന്നു. ഒന്ന് മിണ്ടാതിരിക്കും ബോസേ. ആ റേഡിയോ താഴെ വെച്ച്. അതെനിക്ക് വേണം. എന്നിട്ട് ജീവൻ വേണമെങ്കിൽ തിരിഞ്ഞു പോയിക്കോ. തൽക്കാലം രക്ഷപ്പെട്ടു. എടോ, താനാ റേഡിയോ നിലത്ത് വെക്ക്. അതെ, ശരിയാണ്. റേഡിയോ നിലത്ത് വെക്ക്. ഈ റേഡിയോ മാത്രം കിട്ടിയിട്ട് ഇയാൾ എന്ത് ചെയ്യാനാ? ഈ കുട്ടിയെ കൂടി കിട്ടണ്ടേ? ഇവൾക്കല്ലേ മാന്ത്രിക കൂടെ അറിയാവുന്നത്. മാന്ത്രിക കൂടോ? അത് ശരി, അതാണല്ലേ കാര്യം. എങ്കിൽ ആ കുട്ടിയെയും അവിടെ വെക്ക്. നശിപ്പിച്ചു. താൻ എന്തിനാണോ ഇപ്പൊ അത് പറയാൻ പോയത്? സോറി ബോസ്, ഞാൻ പേടിച്ചിട്ട് അറിയാതെ. നിലത്ത് വെക്കാനാ പറഞ്ഞത്. എങ്കിൽ അനുസരിക്കൂ. ഇനി തിരിഞ്ഞു നോക്കാതെ ഓടണം. ഓടുമ്പോ തിരിഞ്ഞു നോക്കിയാ കുഴപ്പമുണ്ടോ ബ്രോ? അത് കളിയിൽ കൂട്ടില്ല. ഞാൻ നോക്കില്ല. എനിക്ക് കള്ളക്കളി ഇഷ്ടമേ അല്ല.
ഇതൊരു നല്ല ഗെയിമാണല്ലോ. ഒറ്റയടിക്ക് 2 നേട്ടം. എന്റെ ആ ജന്മശത്രു സെയിമിനെയും കിട്ടി, മാജിക് റേഡിയോയും അതിന്റെ മാന്ത്രിക കോഡ് അറിയുന്ന കുട്ടിയെയും കിട്ടി. അവൻ ആ സെയിം അവിടെ തനിച്ചാണല്ലോ. ഞാൻ പരിധി വിട്ടു പോയാൽ അവന് ശക്തി തിരികെ കിട്ടില്ലേ? എന്തുകൊണ്ട് ഞാനത് മറന്നു? അവനെവിടെ? അവൻ രക്ഷപ്പെട്ടിരിക്കുന്നു, പക്ഷെ വീടില്ല ഞാൻ. എന്റെ ഏസമോൾ, അവളിപ്പോ എവിടെയായിരിക്കും? അവളെ പിടിച്ചു കൊണ്ടുപോയ ദുഷ്ടന്മാർ എന്റെ കുഞ്ഞിനെ ഉപദ്രവിച്ചു കാണുമോ? എനിക്ക് എങ്ങനെയാണ് എന്റെ ഐസമോളെ രക്ഷിക്കാൻ കഴിയുക? എല്ലാം നിശ്ചലമായി. ആ ദുഷ്ടന്മാർ ഒരായുഷ്കാലം കൊണ്ട് ഞാൻ സൃഷ്ടിച്ചെടുത്ത ഈ മാന്ത്രിക ഗോളവും നശിപ്പിച്ചു. ഞാൻ ഇനി എങ്ങനെ എന്റെ പൊന്നുമോളെ കണ്ടെത്തും? സെയിം, നീ എവിടെ പോയി വിളിച്ചാലും നിന്നെ ഞാൻ കണ്ടെത്തിയിരിക്കും. എന്റെ ശക്തിയും ബുദ്ധിയും നിനക്ക് മനസ്സിലായിട്ടില്ല. അപ്പം സെയിം ഈ ദുഷ്ടന്റെ അടുത്തുനിന്ന് രക്ഷപ്പെട്ടിരിക്കുന്നു. പക്ഷേ എന്നെ സേഫ് ആക്കാതെ സെയിം അങ്ങനെ പോയി കളയോ? അത്രയ്ക്ക് ദുഷ്ടനാണോ സെയിം? ഈ ഹെൽഡന്റെ കണ്ണു വെട്ടിച്ച് നിനക്കിനി രക്ഷപ്പെടാനാവില്ല സെയിം. Let's go.